യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അർജുൻ, നിനക്ക് ചായ വേണം? ചൂടാറിയിട്ടില്ല. വേണ്ട ചാ. നേരം കുറെ ആയില്ലേ, നിങ്ങൾ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊക്കോ. അതെ, അച്ഛൻ ഇവരെ കൊണ്ടുവന്നാക്ക്. ശരി, ഞാൻ ഇവരെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഏയ് വേണ്ട, ഇന്നിപ്പോ കുറച്ചുകൂടെ കാര്യങ്ങൾ കൺട്രോൾഡ് അല്ലേ. റെസ്റ്റ് ചെയ്യണമെങ്കിൽ മുറി എടുത്തിട്ടുണ്ടല്ലോ, കാലത്ത് വന്നാ മതി. ശരി, എന്നാ പോവാം. പോട്ടെ മോളെ. എന്താ ആവശ്യമുണ്ടെങ്കിലും അപ്പ വിളിച്ചോണം, കേട്ടല്ലോ. വരട്ടെ മോളെ, ഈ ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ. അച്ഛമ്മയ്ക്ക് കുറച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുണ്ട്. അമ്മേ, നന്ദേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോ? ഐസിയുല, പക്ഷെ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. ഭാഗ്യം. തക്ക സമയത്ത് അർജുനൻ കുട്ടി പൂജയ്ക്ക് അവിടെ ചെല്ലാൻ തോന്നിയത് ഭാഗ്യം അല്ലേ മാധവി? പൂജ എങ്ങനെ അറിഞ്ഞ് നന്ദേട്ടനെ ആരോ ആക്രമിക്കുന്നുണ്ടെന്ന്? അതിലെന്തോ ദുരൂഹതയില്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ആർക്കും അറിയാതിരുന്ന കാര്യം പൂജ മാത്രം അറിഞ്ഞത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് സംശയം തോന്നില്ലേ? എനിക്ക് സംശയം തോന്നിയിരുന്നു. അത് പക്ഷേ എന്തിനും പൂജയിൽ കുറ്റം ആരോപിക്കാൻ നിൽക്കുന്ന നിനക്ക് തോന്നുന്ന സംശയം അല്ല എനിക്ക്. അതിനിവിടെ പ്രസക്തിയില്ല. നന്ദനെയും നന്ദന്റെ ഫാമിലിയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. അത് ഞാൻ മാധുരിയോട് പറയുകയും ചെയ്തു. പക്ഷേ അതിലൊരു കണ്ണി ഇവിടെ ഉണ്ടാകുമെന്ന് ഞാനപ്പോ പ്രതീക്ഷിച്ചില്ല. അത് മനസ്സിലായതുകൊണ്ടാ ഞാൻ പ്രിയോട് അങ്ങോട്ട് വരണ്ടെന്നും ഇവിടെ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞത്. എനിക്ക് വ്യക്തമായില്ല, എന്താ നീ പറഞ്ഞു വരുന്നത്? ആശുപത്രിയിൽ വെച്ച് ഞാൻ അമ്മയോട് പറയാതിരുന്നതാ. നന്ദനെ വിളിച്ച് നെഹ്റു പാർക്കിൽ വരാൻ പറഞ്ഞത് പ്രിയയാണ്. അതിനുശേഷം പ്രിയ വേറെ ആരെയോ വിളിച്ച് നന്ദൻ അവിടെ ചെല്ലുന്നുണ്ടെന്ന് അറിയിക്കുന്നത് പൂജ കേട്ടു. ദൈവാനുഗ്രഹം കൊണ്ട് അവൾക്ക് ആ സമയത്തുള്ള 2 വിളികളിൽ സംശയം തോന്നി. അർജുനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടാതായപ്പോ പൂജ നന്ദന്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ നന്ദൻ പൂജയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അങ്ങോട്ട് പോയി. അർജുനെയും കൂട്ടി പൂജ അവിടെ എത്തുമ്പോഴേക്കും നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞിരുന്നു. ആനന്ദേ, അപ്പോ? അതെ അമ്മേ, നന്ദനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അതാരൊക്കെ ചേർന്നാണെന്നാ ഇനി അറിയേണ്ടത്. അതറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അവളോട് തന്നെ ചോദിക്കാം. പ്രിയയുടെ ഫോൺ കോൾ ആർക്കായിരുന്നു എന്നതാണ് അതിനുള്ള ഉത്തരം.
ആ പ്രിയ അങ്ങ് വിളിക്ക്. വിളിക്കേ. അവളിവിടെ ഇല്ല. ഇല്ലേ? നിന്നോട് അവൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? അവളെ നോക്കിക്കോളെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഏട്ടാ. എന്നിട്ട് അവളെ നീ ഇവിടുന്ന് പറഞ്ഞയച്ചല്ലേ? അവള് പക്ഷെ ഞാൻ പറഞ്ഞ കേൾക്കില്ല. അവള് തന്നെ ഇറങ്ങിപ്പോയി. അവളെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നും എനിക്ക് തോന്നിയില്ല. സ്വന്തം അച്ഛൻ ഇങ്ങനെ ജീവന് വേണ്ടി പോരാടുമ്പോ ഞാൻ അവളെ എങ്ങനെ പിടിച്ചു നിർത്തുന്നത്? എന്താ ആനന്ദേ, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? ആനന്ദിന്റെയൊക്കെ പിന്നില് ഒന്ന് തെളിച്ചു പറ. എടോ, എത്ര നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു? താ റൂമിലോട്ട് ചെല്ല്. ഇത്തിരി നേരം വിശ്രമിക്കേ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാന്ന്. വേണ്ട ചേട്ടാ, അവിടെ ഇരുന്നാലും ഉറക്കം വരില്ല. വെറുതെ ആലോചിച്ചിരിക്കണം. പിന്നെ എവിടെ ആയാലും എന്താ? അച്ഛന്റെ അമ്മയുടെ സ്നേഹം എന്നത് എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല, അല്ലേ ചേട്ടാ? എന്താടോ അങ്ങനെയൊക്കെ പറയുന്നത്? ആ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മ എത്ര കാലം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കേസിന്റെ പേര് പറഞ്ഞ് ദൈവം അകറ്റിയില്ലേ? ഇപ്പൊ അച്ഛനോട് ഞാനാണ് മകളെന്ന് ധൈര്യമായി പറയാനായപ്പോഴേക്കും ഇതൊക്കെ തൽക്കാലത്തേക്ക് മാത്രമുള്ള തടസ്സങ്ങളല്ലടോ. താൻ നോക്കൂ, നന്ദനങ്ങൾ ഭേദമായിട്ട് വരുന്നതോടെ എല്ലാം മാറി മറിയും. അങ്കിളിന്റെ ആന്റിയുടെയും ജീവിതത്തിന് പിന്നാലെ ആരാണെന്ന് അങ്കിളിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അവരെ നമ്മൾ വെറുതെ വിടാൻ പാടുണ്ടോ പൂജ? ഇത്രയും കാലം നഷ്ടമായ ജീവിതം താനും അച്ഛനും അമ്മയും തിരിച്ചു പിടിക്കും. സന്തോഷത്തോടെ ജീവിച്ചു തീർക്കും. നോക്കൂ. കരയല്ലേ? ഞാൻ ചെന്ന് ഇത്തിരി ചൂട് ചായ കിട്ടുമെന്ന് നോക്കിട്ട് വരാം. ഇങ്ങനെ ഇരിക്കേണ്ടതല്ലേ?